യാത്രാനുമതി നൽകി ഉത്തരവിറക്കി. വിഴിഞ്ഞത്ത് കസ്റ്റഡിയിലായിരുന്ന വിദേശ കപ്പൽ തീരം വിട്ടു. മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് അപകടമുണ്ടായതിന് പിന്നാലെ വിഴിഞ്ഞത്ത് കസ്റ്റഡിയിൽ വെച്ചിരുന്ന വിദേശ കപ്പൽ MT സോളിസ് തീരം വിട്ടു. മാസങ്ങളായി വിഴിഞ്ഞത്ത് തുടരുന്ന കപ്പൽ പുറപ്പെടുന്നതിന് മുന്നോടിയായി പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചാണ് ഇന്നലെ രാത്രി 7:30 കൊളംബോയിലേക്ക് തിരിച്ചത്. കൊച്ചി മെർക്കന്റൈൽ മറൈൻ വകുപ്പാണ് കപ്പലിന് യാത്രാനുമതി നൽകി ഉത്തരവിറക്കിയത്. അപകടത്തിന് ശേഷം കപ്പൽ ഉടമകൾ ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് യാത്രാനുമതി. ക്യാപ്റ്റൻ ലേവാൻ ഡ്യൂവാൻ ഉൾപ്പെടെ വിയറ്റ്നാം സ്വദേശികളായ 20 ക്രൂവാണ് കപ്പലിലുള്ളത്. കന്യാകുമാരിക്കടുത്തുള്ള കടലിൽ മാർച്ച് 7-നുണ്ടായ അപകടത്തിൽ കൊല്ലം സ്വദേശിയുടെ സെന്റ് ജോസഫ് എന്ന ബോട്ടാണ് മുങ്ങിയത്. ബോട്ടിലുണ്ടായിരുന്ന 11 പേരിൽ കൊൽക്കത്തയിൽ നിന്നുള്ള ലഖാൻ ദാസ് മകൻ ബാദൽ എന്നിവരെ കടലിൽ കാണാതായിരുന്നു. തമിഴ്നാട് കൊൽക്കത്ത സ്വദേശികളായ 9 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് പുറംകടലിൽ കോസ്റ്റ് ഗാർഡ് കപ്പലിനെ തടഞ്ഞുവെച്ചിരിക്കുകയായിരുന്നു. കോസ്റ്റ് ഗാർഡിലെ വിഴിഞ്ഞം സ്റ്റേഷൻ കമാൻഡർ സുരേഷ് കുറുപ്പിനോട് DG ഷിപ്പിംഗ് അധികൃതർ കപ്പൽ കസ്റ്റഡിയിലെടുത്ത് നൽകാനായി ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് അനഖ് എന്ന കപ്പൽ MT സോളിസിനെ കസ്റ്റഡിയിലെടുത്ത് വിഴിഞ്ഞം പുറംകടലിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് കൊച്ചിയിൽ നിന്നെത്തിയ DG ഷിപ്പിംഗിന്റെ ചീഫ് സർവേയർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥ സംഘം കപ്പലിലെത്തി പ്രാഥമിക സർവേ നടത്തി. കപ്പൽ തുറമുഖം വിടരുതെന്ന് കൊച്ചി മെർക്കന്റൈൽ മറൈൻ വകുപ്പിന്റെ ഉത്തരവിലായിരുന്നു മാസങ്ങളായി കസ്റ്റഡിയിൽ തുടർന്നത്. വിദേശ കപ്പൽ എത്തിയപ്പോൾ വാടക ഇനത്തിൽ 30 ലക്ഷം രൂപയോളം വരുമാനം ലഭിച്ചതായി കേരള മെരിടൈം ബോർഡ് അറിയിച്ചിരുന്നു. അതേസമയം തീരപ്രദേശത്തെ കടൽക്ഷോഭവും കാറ്റിന്റെ വേഗതയും തത്സമയം നിരീക്ഷിക്കുന്നതിനായി വിഴിഞ്ഞം കടലിൽ അത്യാധുനിക വേവ് റൈഡർ ബോയി സ്ഥാപിച്ചു. ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് നടത്തുന്ന അക്കാദമിക് ഗവേഷണ പദ്ധതിയുടെ ഭാഗമായാണ് ഈ ഉപകരണം കടലിൽ വിന്യസിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖത്തിന്റെ നിലവിലുള്ള പുലിമുട്ടിന്റെ അഗ്രഭാഗത്തു നിന്നും ഏകദേശം 1 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ജിയോഗ്രഫിക്കൽ കോഓർഡിനേറ്ററുകളിലാണ് ഈ ഉപകരണം നിലയുറപ്പിച്ചിട്ടുള്ളതെന്നും മത്സ്യത്തൊഴിലാളികളിൽ ശ്രദ്ധിക്കണമെന്നും തുറമുഖ അധികൃതർ അറിയിച്ചു. കടലിൽ പൊങ്ങിക്കിടക്കുന്ന മഞ്ഞ നിറത്തിലുള്ള ഒരു ഗോളാകൃതിയിലാണ് ഇത് കാണപ്പെടുക. തീരപ്രദേശത്തെ തിരമാലകളുടെ സ്വഭാവം, ദിശാപരമായ മാറ്റങ്ങൾ, സമുദ്രോപരിതലത്തിലെ പ്രവാഹ വേഗത എന്നിവ ഈ ഉപകരണം നിരന്തരം നിരീക്ഷിക്കും. ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്കും അവ മുൻകൂട്ടി പ്രവചിക്കുന്നതിനും ഈ വിവരങ്ങൾ സഹായകമാകും. കടലിന്റെ അവസ്ഥ കൂടുതൽ കൃത്യതയോടെ മുൻകൂട്ടി അറിയാൻ കഴിയുന്നത് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വലിയ തോതിൽ ഉപകരിക്കും. വേവ് റൈഡർ ബോയി സ്ഥാപിച്ചിട്ടുള്ള മേഖലയിലൂടെ പോകുന്ന മത്സ്യബന്ധന വള്ളങ്ങളും ബോട്ടുകളും പരമാവധി ജാഗ്രത പാലിക്കേണ്ടതാണ്. യാതൊരു കാരണവശാലും ഈ ഉപകരണത്തിന് കേടുപാടുകൾ വരുത്തുകയോ അതിൽ തൊടുകയോ മറ്റ് ഇടപെടലുകൾ നടത്തുകയോ ചെയ്യരുതെന്നും അധികൃതർ പറയുന്നുണ്ട്. പൊതുമുതലായ ഈ ശാസ്ത്രീയ ഉപകരണത്തിന് മനഃപൂർവ്വം കേടുപാടുകൾ വരുത്തുന്നത് നിയമപരമായി കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.